അങ്ങനെ ഉച്ചയൂണിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ സോൺ ക്ലീനിങ്ങിലേക്ക് പോയി കേട്ടോ. ഇന്നത്തെ ലക്ഷ്യം നമ്മുടെ കബോർഡ് തന്നെയാണ്. അപ്പോൾ കബോർഡിൻ്റെ മേലെയൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെയ്ത്. ഇനി ബാക്കി അടിയിലേക്കുള്ള ഭാഗങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ അത്യാവശ്യം നമ്മുടെ ഡെയിലി വെയറും പിന്നെ പള്ളിയിലേക്കും പുറത്തേക്കും ഒക്കെ ഇറങ്ങുന്ന അത്ര കുറച്ച് നല്ല ഡ്രസ്സുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ എപ്പോഴും യൂസ്ഫുൾ ആയത് മാത്രമാണ് ഈ കബോർഡിൽ വെച്ചിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ മടി വരുമ്പോഴുള്ള കോലമാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ നിന്ന് എങ്ങനെ ഒരു ഡ്രസ്സ് നമ്മൾ തിരഞ്ഞെടുക്കും? അത് തന്നെയല്ല എൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇട്ട ഡ്രസ്സ് തന്നെയായിരിക്കും പിന്നെ ഒരാഴ്ച അത് തന്നെയായിരിക്കും, വേറെ ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനെയല്ലേ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും നമ്മുടെ കണ്ണിൽ പെടില്ല. ചിലപ്പോൾ 2-3 ദിവസം മുന്നേ ഇട്ട ഡ്രസ്സ് തന്നെയായിരിക്കും വീണ്ടും ഇടുന്നത്. അപ്പോൾ അതിനും ഒരു മാറ്റം വരുത്തണം. മൊത്തത്തിൽ എനിക്കിതൊന്ന് കുറച്ചുകൂടെ സ്പേസ് ആയിട്ട് വേണം. അപ്പോൾ അതിനുള്ളൊരു ഉഗ്രൻ ടിപ്പാണ് ഞാനിന്ന് പറയുന്നത് കേട്ടോ. ആദ്യം തന്നെ ഞാൻ എൻ്റെ കബോർഡിൽ രണ്ടാമത്തെ ഭാഗമൊക്കെ മെഡിസിൻ വെച്ചിരിക്കുന്നതാണ്. പിന്നെ എൻ്റെ കുറച്ച് മേക്കപ്പ് ഐറ്റംസും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എക്സ്പയർ ആയിട്ടുള്ളതും പിന്നെ സിറപ്പുകളും ഒക്കെ കുറേയൊക്കെ മാറ്റി. നമ്മൾ കപ്പ് സിറപ്പൊന്നും അങ്ങനെ കാലാകാലങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി. പിന്നെ പഴയ പേപ്പേഴ്സ് എല്ലാം മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. കുഞ്ഞുങ്ങൾ ഞാൻ അവരുടെ ഡെയിലി വെയർ ഞാൻ എൻ്റെ അടുത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. കാരണം അവർക്കാണെങ്കിലും അത്യാവശ്യം പോയി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ ഡ്രസ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എല്ലാം ഞാനൊന്ന് മടക്കിയപ്പോൾ ഞാൻ ആദ്യമൊക്കെ നമ്മൾ സാധാരണ നീളത്തിൽ മടക്കിയിരുന്നു. അങ്ങനെ വെക്കുമ്പോഴാണ് എനിക്ക് സ്പേസ് വരാഞ്ഞത്. ഇനി കഴുകാനുള്ളതുണ്ട്, കഴുകിയത് ഉണങ്ങാനുള്ളതുണ്ട്, ഉണങ്ങിയത് മടക്കി വെക്കാനും ഉള്ളതുണ്ട്. അപ്പോൾ ഇതിനൊന്നും സ്പേസ് തികയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് റോളായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നോക്കിയേ, ആദ്യം വെച്ച് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇനിയും ഇതിനകത്ത് ഞാൻ എൻ്റെ തുണികൾ ബാക്കിയെല്ലാം ഇതിൽ കൊള്ളും. അപ്പോൾ അതെനിക്കൊരു യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. പിന്നെ സാരികൾ ഒരുപാട് സാരികളുടെ കളക്ഷനൊന്നും എനിക്കില്ല. കാരണം ഞാൻ വളരെ റെയറായിട്ടാണ് സാരി കൊടുക്കുന്നത് തന്നെ. അപ്പം അത് അത്യാവശ്യം വേണ്ടത് മാത്രം നല്ലതെടുത്ത് വെച്ചു. ഒരു കവറിലായിട്ട് ബ്ലൗസും സ്കേർട്ടും ഒക്കെ വേറെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇങ്ങനെ റോളായിട്ട് മടക്കിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അപ്പോഴേക്കും നമുക്ക് എപ്പോഴും വിസിബിൾ ആയിരിക്കും ഓരോ ഐറ്റംസും എവിടെയാണ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകാൻ പറ്റും. പിന്നെ ബെഡ്ഷീറ്റുകൾ, ടവലുകൾ, ടർക്കികൾ അങ്ങനെ കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതും അങ്ങനെയൊക്കെ ആക്കി വെക്കാൻ എനിക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണ്, അവർ എണീറ്റ് വരുമ്പോൾ വിശക്കുക. അപ്പോൾ ഞാൻ കാലത്തുണ്ടാക്കിയ അപ്പത്തിൻ്റെ മാവിൽ കുറച്ച് ശർക്കര ഇട്ട് ഇങ്ങനെ ആക്കി നോക്കി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു മികച്ച ഓപ്ഷൻ എന്നല്ല, അവരവരുടെ സൗകര്യങ്ങളനുസരിച്ച് ഇതിന് മാറ്റം വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കണേ.